എന്തെങ്കിലും അറിഞ്ഞോ ബേട്ടാ? ഇല്ലെന്ന് തോന്നുന്നു. എവിടെയാന്ന് ചോദിച്ചപ്പോ കസിന്റെ വീട്ടിലാന്നാ പറഞ്ഞേ. പെട്ടെന്ന് വരാൻ പറഞ്ഞ് ഇന്നലെ എന്നെ സിസ്റ്റർ വിളിച്ചപ്പോ എന്റെ മേഴ്സിയമ്മ അവിടെ കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. മേഴ്സിയമ്മ, ഹലോ ഡാനി. എടി, ഞങ്ങളുടെ റിലാക്സ് ബേക്കറിയിലുണ്ട്, നീ വരുമല്ലേ? ഓക്കെ. എന്തായാലും അമ്മയുടെ കാര്യത്തിനൊരു തീരുമാനമായില്ലേ, ഇനി നമുക്ക് അവിടെ തന്നെ സെറ്റിൽഡ് ആയാലോ? നോക്കാം. നാളെ നിങ്ങൾ എപ്പോഴാ പോകുന്നത്? നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാ ഫ്ലൈറ്റ്. രാവിലെ ഒരു 7:30 ഇറങ്ങാന്നാ വിചാരിക്കുന്നത്. കൊള്ളാലോ. ഇതുപോലെ ഒരെണ്ണം മേടിക്കാൻ മറന്നുപോയല്ലോ എന്ന് ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അതങ്ങനെയാ അഭിച്ചേട്ടാ. പെറ്റമ്മയെ അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയാലും നമ്മൾ മറന്നുപോകുന്ന കാര്യങ്ങൾ പോലും അവരെ മനസ്സുകൊണ്ട് ഓർത്ത് നമ്മുടെ പുറകെ ഇങ്ങനെ വരും. നാളെ മുതൽ ഈ വീടും എന്റെ മേഴ്സിയമ്മച്ചിയുടെ മനസ്സും ഒരുപോലെയായി തീരും, ഒരു ശവപ്പറമ്പ് പോലെ. ആ അച്ചാറ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതല്ല കേട്ടോ, അഭിച്ചേട്ടന്റെ അമ്മച്ചി ഉണ്ടാക്കി തന്നതാ. ഇഷ്ടമായില്ലെങ്കിൽ അതിങ്ങ് തന്നേക്ക്. എടാ, നിനക്കും പുറത്തേക്ക് പോകാൻ നോക്കിക്കൂടെ? നമുക്ക് നമ്മുടെ നാട് മതി, അതാ നല്ലത്. എടാ, നിനക്ക് പോവാനുള്ള വിസയൊക്കെ റെഡിയായല്ലേ? ഓ, അതൊക്കെ സെറ്റ്. ചേട്ടാ, എന്താ വേണ്ടേ? എടി, നിനക്ക് ഷേക്ക് പറയട്ടെ? 3 ഷേക്ക്. നിനക്കെന്താടി പറ്റിയേ? മൂഡ് ഓഫ് ആണല്ലോ. രാവിലെ അമ്മയായിട്ടൊന്ന് ഉടക്കി. ഉടക്കിയോ? എന്തിന്? കഴിഞ്ഞ വർഷം ഈ വീടൊരു വൃദ്ധസദനമായിരുന്നില്ലേ? പുറത്തേക്ക് പഠിക്കാൻ പോയാൽ ഇതൊരു ഗോസ്റ്റ് ഹൗസ് ആവും. അവളുടെ ഒരു ഫിലോസഫി. ഒന്നിനും ഒരു കുറവില്ലാതെ വളർന്നതിന്റെ അഹങ്കാരം നിനക്ക്. അമ്മ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ എന്നെ ഓരോ കാര്യം പറഞ്ഞ് ഷൗട്ട് ചെയ്യാൻ. എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോ എന്നെ സെർവന്റിന്റെ അടുത്തേക്ക് ആക്കിയിട്ട് അമ്മ അപ്പായുടെ അടുത്തേക്ക് പോയി, അതും UK-യിലേക്ക്. പണത്തിന് എനിക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. പക്ഷെ പണം കൊണ്ട് മേടിക്കാൻ പറ്റാത്ത സ്നേഹോ കരുതലോ ശിക്ഷണോ അമ്മ എനിക്ക് തന്നിട്ടുണ്ടോ? പക്ഷെ അതൊക്കെ ആരുടെ അടുത്തെന്നാ കിട്ടിയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. അമ്മ നാട്ടിലേക്ക് വന്നത് എന്തിനാന്ന് എനിക്കറിയാം. എന്നെ UK-യിലേക്ക് കൊണ്ടുപോകാനല്ലേ. എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. ജനിച്ച നാടും ജന്മം നൽകിയ മകളും അമ്മയ്ക്കും അപ്പയ്ക്കും എന്ന് പണത്തേക്കാൾ വലുതാണെന്ന് തോന്നുന്നു. അന്ന് നാട്ടിലേക്ക് പോരെ. പൊന്നുപോലെ ഞാൻ നിങ്ങളെ നോക്കും. അപ്പോഴേക്കും ഞാൻ നന്നായി പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിച്ച് ഇവിടെ തന്നെ സെറ്റിൽ ആവട്ടെ. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, പാരന്റ്സിന്റെ ബ്ലെസ്സിങ്സ് ഇല്ലാതെ നിന്റെ ഒരു ഡ്രീംസ് നടക്കില്ല നേഹ. ആഹാ, അത് കൊള്ളാം. ആ ഇരിക്കുന്നവരെ അമ്മയ്ക്ക് പരിചയമുണ്ടോ? ഞങ്ങളുടെ മനസ്സ് ഒരു സ്വസ്ഥതയില്ലാതെ ഇങ്ങനെ അലയുന്നത് ഈ വീട്ടിൽ വീണ ഇവരുടെ കണ്ണീരുകൊണ്ടാണോ ദൈവമേ? മാതാപിതാക്കളുടെ അനുഗ്രഹവാ മക്കളുടെ ഭവനത്തിന്റെ അടിത്തറാന്ന് നമുക്കൊരു വിശ്വാസമില്ലേ അമ്മ? ആ അനുഗ്രഹത്തിന്റെ പുറത്താണോ കണ്ണീരിന്റെ പുറത്താണോ അപ്പ അമ്മ ഉണ്ടാക്കി വെച്ച ഡോളേഴ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയമ്മേ. എന്റെ മോളെ, ഇതാണ് യുവത്വത്തിന്റെ ലഹരി. ഇത്രയും നല്ല വാല്യൂസ് ഒക്കെ നിനക്ക് എവിടുന്ന് കിട്ടി? മരിച്ചുപോയ എന്റെ അമ്മച്ചി അപ്പച്ചി, 6 മാസം മുതൽ എന്നെ നോക്കിയ എന്റെ മേഴ്സിയമ്മ, പിന്നെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ സംഘടന KCYM. ആ, അതൊക്കെ പോട്ടെ. നിനക്ക് പോവാനുള്ള കാശൊക്കെ എങ്ങനെ ഒപ്പിച്ചു? ഓ, ഒന്നും പറയണ്ട. വീടിന്റെ ആധാരവും അമ്മയുടെ കെട്ടുതാലി എല്ലാം കൂടെ പണയം വെച്ചു. ഇനി കുറച്ച് ക്യാഷും കൂടി റെഡിയാവാനുണ്ട്. അതിന് നിന്റെ അപ്പന്റെ കിഡ്നി വിറ്റാ മതിയടാ. ഒരെണ്ണം ഉണ്ടെങ്കിലും പുള്ളി ജീവിക്കും. കൈ നിറയെ ക്യാഷായി കഴിയുമ്പോൾ ഏതെങ്കിലും വൃദ്ധസനത്തെ കൊണ്ടേ തള്ളാം. അയ്യോ, 3:30 എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ബാക്കി നമുക്ക് വണ്ടിയിൽ നിന്ന് സംസാരിക്കാം. വാ, പോവാം. ചേട്ടാ, 3 ഷേക്ക്. ചേട്ടന്റെ ഫ്രണ്ട്സൊക്കെ പുറത്തല്ലേ, എന്നിട്ട് ചേട്ടൻ പോണില്ല? വാകീറിയ ദൈവം എരേനം തരുമെന്ന് നീ കേട്ടിട്ടില്ലേ? കേരളത്തിൽ നിന്ന് വാകീറിയ ദൈവം കേരളത്തിൽ നിന്ന് തന്നെ എരേനം തരും. വിശ്വാസം അതല്ലടാ എല്ലാം. ചേട്ടാ, ഏട്ടാ, എന്നെ പള്ളിയിലൊന്ന് ഡ്രോപ്പ് ചെയ്യോ? മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുമ്പോ എന്റെ അപ്പച്ചീന്റെ അമ്മച്ചിയുടെ അടുത്ത് നിന്നാ ഞാൻ ഓക്കെ ആവും. എന്നാ വാ, പോവാം. സെമിത്തേരിയിലെ നിശബ്ദതയ്ക്ക് വല്ലാത്തൊരു ഭീകരതയില്ലേ? ഇതിനേക്കാൾ ഭീകരതയായിരുന്നു ആ വലിയ വീട്ടിലെ ഞങ്ങൾ അനുഭവിച്ച ഒറ്റപ്പെടലിന്റെ വേദനയ്ക്ക്. നിങ്ങളൊരിക്കലും തിരിച്ചു വരില്ലെന്നറിഞ്ഞിട്ടും 60 വയസ്സ് കഴിഞ്ഞ ഞങ്ങൾ 6 വയസ്സായ കുഞ്ഞുങ്ങളെപ്പോലെ കാത്തിരിക്കുമായിരുന്നു നിങ്ങൾക്ക് വേണ്ടി. അവസാനം ഞങ്ങൾ അന്ത്യശ്വാസം വലിക്കുന്നതും നിങ്ങൾ ലൈവിൽ കണ്ടു. എന്തായാലും നേഹമോട് വരുന്നില്ലെങ്കിൽ അവളെ കൊണ്ടുപോകണ്ട. കേരളത്തിൽ ജീവിച്ചാലും അവക്കൊരു കുറവും വരികയില്ല.
ജനിച്ച നാടും ജന്മം നൽകിയ മകളും അമ്മയ്ക്കും അപ്പയ്ക്കും എന്ന് പണത്തേക്കാൾ വലുതാണെന്ന് തോന്നുന്നു അന്ന് നാട്ടിലേക്ക് പോരെ. പൊന്നുപോലെ ഞാൻ നിങ്ങളെ നോക്കും. അപ്പോഴേക്കും ഞാൻ നന്നായി പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിച്ച് ഇവിടെ തന്നെ സെറ്റിൽ ആവട്ടെ.